നമസ്കാരം. രാജ്യത്തെ 14,570 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടന്നതായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിലൂടെ തന്നെ നിരവധി പേർ ഇതിലൂടെ കുടുക്കിലായത് വെളിയിൽ വരുന്നു. സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് കൂടുതലും ചെറുപ്പക്കാരാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 21.6 ലക്ഷം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ സൈബർ സുരക്ഷാ വീഴ്ചകൾ വീണ്ടും ചർച്ചയാവുകയാണ്. പൊതു സ്വകാര്യ മേഖലകളിൽ തന്നെ ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ ഈ തട്ടിപ്പ് ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക വ്യാപാരങ്ങളുടെ സുരക്ഷാ നയങ്ങളിലെ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2021 തന്നെ 1,36,604 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2022 5,13,334 മാറി. 2023 11,29,519 കേസുകളായി ഉയർന്നു. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് സൈബർ തട്ടിപ്പിന് കൂടുതലായി ഇരയായിരിക്കുന്നതാണ് കണ്ടെത്തൽ. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4,29,152 മൊബൈൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ 69,921 മൊബൈൽ ഡിവൈസുകൾ ലോക്ക് ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് പറയുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12,086 മൊബൈൽ നമ്പറുകൾ നിരീക്ഷണത്തിലുണ്ട്. തട്ടിപ്പ് കേസുകളിലെ വർധനവ് ചൂണ്ടിക്കാട്ടി വ്യക്തികൾക്ക് ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഓൺലൈൻ ഇടപാടുകളും ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തുകകളാണ് തട്ടിപ്പ് നടത്തുന്നത്. വ്യാജ ലിങ്കുകൾ, ഫിഷിംഗ് ഇമെയിലുകൾ, ഇതുപോലെ തന്നെ മെസ്സേജിലൂടെ തന്നെ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി അക്കൗണ്ടുകൾ കാലിയാക്കുന്നതിനായുള്ള പ്രധാന രീതികളുണ്ട്. UPI ഇടപാടുകളിലും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് തട്ടിപ്പുകളിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട്. അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് പൊതുഡേറ്റയുടെ പരിപാലനത്തിൽ കാര്യമായ വീഴ്ചകൾ ഉണ്ടായതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് പറയാം. സൈബർ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ അഭാവവും പെട്ടെന്നുള്ള നടപടികൾ ബാധകമായ സംരക്ഷണ സംവിധാനങ്ങളും കുറവും വലിയ ഇത്തരം തട്ടിപ്പുകൾക്ക് കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വ്യാജ ലിങ്കുകൾ, വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പില്ലാത്ത വെബ്സൈറ്റുകളിലോ ആപ്ലിക്കേഷനുകളിലോ നൽകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്ക് ലെവൽ ഓഡന്റിഫിക്കേഷൻ തന്നെ ശക്തമാക്കുകയും വേണം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇടപാടുകളിലും വിശ്വാസം നിലനിർത്തുന്നതിന് ശക്തമായ നടപടികൾ ആവശ്യമാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ സ്വപ്നത്തിൽ തിരിച്ചടിയായി മാറിയ ഈ തട്ടിപ്പിന്റെ പ്രഖ്യാതങ്ങൾ ഒക്കെ തന്നെ ദൈർഘ്യമേറിയതും സൈബർ സുരക്ഷയുടെ പ്രാധാന്യത്തെ പുതിയ തലത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇന്റർനെറ്റ് വഴി സൈബർ ആക്രമണം നടത്തുന്നവരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ വിവരിക്കുന്നതിനുള്ള ഒരു പുതിയ പദമാണ് സൈബർ തട്ടിപ്പ് എന്നുള്ളത്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ബിസിനസിന്റെയോ സെൻസിറ്റീവ് വിവരങ്ങൾ പണത്തിലായി തന്നെ നിയമവിരുദ്ധമായി സമ്പാദിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഒരു ടാർഗറ്റിന് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങളോ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരൊരു സേവനം വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ, ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ വഴി വ്യക്തിയുമായി ബന്ധപ്പെടും. ഒരിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺടാക്ട് ചെയ്തതിന് പ്രകാരം സൈബർ ആക്രമണകാരികൾ തന്നെ വ്യക്തികളുടെ ആത്മവിശ്വാസം നേടാൻ ശ്രമിക്കുകയും അവർക്ക് വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് ആക്സസ് നൽകുകയും തന്ത്രപരമായ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പുതുവത്സരത്തിൽ തന്നെ ആശംസകൾ കൈമാറുന്നത് സാധാരണമാണ്. ഉറ്റവർക്ക് അയക്കാനുള്ള സന്ദേശങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന വാഗ്ദാനത്തോടെ ഫോണിലേക്ക് വരുന്ന ലിങ്കുകളിലാണ് തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത്.